നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം നമസ്കാരം. സാർ, ഇന്നിപ്പോ വലിയൊരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി CPM-ന്. അതും ധർമ്മടത്ത് തന്നെ നമ്മുടെ പിണറായി വിജയൻ തന്നെ ആദ്യ റൗണ്ടുകളിലൊക്കെ വളരെ പിന്നിലായിരുന്നുകൊണ്ട് ആദ്യ ഏതാണ്ട് 6 റൗണ്ട് വരെ പിറകിലായിരുന്നു. അതെ അതെ, അങ്ങനെ ഒരു വലിയൊരു തിരിച്ചടി നേരിട്ടിരിക്കുമ്പോ ഈ തിരഞ്ഞെടുപ്പ് ഇന്നത്തെ ദിവസം ഫലപ്രഖ്യാപനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത May 4 എന്ന് പറയുന്ന ദിവസം തിരഞ്ഞെടുത്തപ്പോ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ TP ചന്ദ്രശേഖരൻ സാറിന്റെ കൊല്ലപ്പെട്ട ദിവസം. അതെ, അന്ന് നമ്മുടെ രമ മാം ഒരു KK രമ ഒരു പോസ്റ്റ് ചെയ്യേണ്ടായി. പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന ദിവസം കൂടിയായിരിക്കും TP ചന്ദ്രശേഖരൻ രക്തസാക്ഷിത്വ ദിനം എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇന്നത്തെ ഒരു ദിവസം ഈ രണ്ട് കാര്യങ്ങളും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ പിണറായിക്ക് കിട്ടിയ ഒരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഒരു തിരിച്ചടിയെ സാർ എങ്ങനെ നോക്കി കാണുന്നു? അല്ല, ഇത് ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാൾ ഉപരിയായി അതിശക്തമായിരിക്കുന്ന വിജയൻ വിരുദ്ധ വികാരമാണ്. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. അത് വിജയൻ വിരുദ്ധ വികാരമാണ് ഈ സാരം. ഇല്ല എങ്കിൽ കേരളത്തിനകത്ത് വന്നിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട സംഭവം എന്താന്ന് പറഞ്ഞാല്, എന്താ പറയാ, നമ്മള് യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തെല്ലാം തന്നെ പണ്ട് കേട്ടിരിക്കുന്ന വലിയ സംഭവം, ഫ്രഞ്ച് റവല്യൂഷൻ കാലഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്താ പറഞ്ഞാല് ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ലിബർട്ടി. ഈ 3 സാധനമാണ് ഉപയോഗിക്കുന്നത്. ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ലിബർട്ടി. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഈ 3 സാധനമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ വിജയനും വിജയന്റെ കമ്പനിക്കാരും കൂടി നിഷേധിച്ചത്. നമുക്ക് ഒരിക്കലും തന്നെ ഒരു കാര്യം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായില്ല. നമുക്ക് വാസ്തവം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, മതങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തെയും സൗഹൃദത്തെയും നമുക്ക് ഒരിക്കലും സൂക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി പ്രസ്താവന നടത്തുന്നു. അതോടൊപ്പം തന്നെ സാഹോദര്യം എന്ന് പറയുന്ന സാധനം. അപ്പോ ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ലിബർട്ടി, ഈ 3 സംഭവം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേരളത്തിനകത്തെ ഇന്ത്യക്കകത്തെ ഒരു സംസ്ഥാനം. ഇന്ത്യയിലകത്തെ മറ്റു സംസ്ഥാനങ്ങളെല്ലാം അത് തന്നെയാണ്. പക്ഷേ കേരളം പോലുള്ള നവോത്ഥാനത്തിൽ ഇത്രയേറെ എന്താ പറയാ പ്രകാശം നൽകിയിരിക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് പോലും അതിനെ മുഴുവൻ നിരാകരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാർട്ടിയും അതിന്റെ ഗവൺമെന്റും, ആ ഗവൺമെന്റിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ ആവശ്യമായിരുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ആവശ്യമാണ് വളരെ ഭംഗിയായി അവരിവിടെ പരാജയപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു വിഷയം. ഇതിനെ നമ്മൾ വേറൊരു രീതിയിലേക്ക് നമ്മൾ ഈ വിഷയത്തെ എടുക്കുക എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ടാണ് അയാൾ ധർമ്മടത്ത് പോലും ഇയാൾ ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിട്ടത്? ധർമ്മടത്ത് പ്രതിസന്ധി നേരിടാന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ പാർട്ടിക്കാരായിരിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു ഇയാൾ തോൽക്കുമെന്ന് തന്നെ പാർട്ടിക്കാരായിരിക്കുന്നത്. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരുപാട് സൗഹൃദ ബന്ധങ്ങളുടെ പാർട്ടിക്കാണ്. അവർ പലരും പറഞ്ഞതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ പറയുന്ന ധർമ്മട നിയോജകമണ്ഡലത്തിനകത്ത് പോലും പാർട്ടിക്കാരായിരിക്കുന്ന ആളുകൾ ആരും തന്നെ ഒരു എന്താ പറയാ ഉത്സാഹപൂർവം തെരഞ്ഞെടുപ്പിനകത്ത് പ്രവർത്തിച്ചിരുന്നില്ല എന്നതാണ്. ഈ പ്രവർത്തിക്കാതിരിക്കാനുണ്ടായ കാരണം എന്താണെന്നുള്ളതാണ് പിന്നീട് വരുന്ന ചോദ്യം. ഉത്തരമേ അതിനുള്ളൂ. ഇയാൾ തോൽക്കണമെന്ന് ആരുടെ ആവശ്യമായിരുന്നു പറഞ്ഞാൽ പബ്ലിക്കിന്റെ ആവശ്യമായിരുന്നു, പാർട്ടിയുടെ ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പാർട്ടി ഇങ്ങനെ ആവശ്യപ്പെടുന്നില്ല, പാർട്ടി ഇങ്ങനെ ആഗ്രഹിച്ചത്? ഇയാളെയും കൊണ്ട് ഇനി പാർട്ടി പോയി കഴിഞ്ഞാൽ പാർട്ടി ഉണ്ടാവില്ല. പാർട്ടി ഇല്ലാതായി കഴിഞ്ഞാൽ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഇതിനകത്തെ മിക്കവാറും ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ എന്താ പറഞ്ഞാൽ നേതാക്കന്മാർ പറഞ്ഞവനെ ജീവിതത്തിൽ കാവുപ്പിന്റെ പണിയെടുക്കാത്തവരാ. 10 പൈസ നയാപൈസയുടെ പണിയെടുത്തില്ല. ഇവരെല്ലാവരും പാർട്ടിക്കാർ. പിന്നെ വന്നിരിക്കുന്നവരെല്ലാവരാണ് റിട്ടയേർഡ് വിപ്ലവകാരികളായിരിക്കുന്ന ആളുകൾ. എല്ലാം NGO-കാരാണ്, റിട്ടയേർഡ് വിപ്ലവകാരികളായിരിക്കുന്നത്, മാഷന്മാരായി റിട്ടയർഡ് ചെയ്യിക്കുന്ന ആൾക്കാരാണ്. ഇവരും ജനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു ബന്ധവുമില്ല. സ്കൂളിനകത്ത് കുട്ടികളെ എങ്ങനെ പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത് നിർത്തിയോ, ഈ നിർത്തിയതിന് സമാനമായ രീതിയിൽ ജനങ്ങളെ പാർട്ടി കമ്മിറ്റിയുടെ അധികാര പരിധി ഉപയോഗിച്ച് ഇയാളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ സംഭവത്തിന്റെ മേലെ അവര് പൊതുജനങ്ങളെ മർദ്ദിക്കുക എന്ന സംഭവത്തിലേക്ക് വന്നു. ഇത് വരുമ്പോ രണ്ടും കൂടി വരുമ്പോ എന്താ പറയുക, ജനങ്ങൾ പൂർണ്ണമായും അകലും. അല്ലെങ്കിൽ കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ആ കൽപ്പനയെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അത് ഏറ്റുവാങ്ങുകയോ അല്ലെങ്കിൽ പാർട്ടി സഖാക്കളും സാധാരണക്കാരായ മനുഷ്യന്മാരും മാറുന്നൊരവസ്ഥ വന്നു. ഈ 2 സംഭവം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാല്, ഈ പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ പൂർണ്ണമായിട്ട് അകലുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ തിരിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒരു വളരെ സീരിയസ് ആയിരിക്കുന്ന വിഷയം ഞാൻ അഡ്രസ് ചെയ്യാം ഇങ്ങോട്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കൽ പോലും കളവ് പറയാൻ പാടില്ല എന്ന് പാർട്ടിയുടെ അലംഘനീയമായ നിയമമാണ്. പാർട്ടിക്കകത്ത് കളവ് പറയാൻ പാടില്ല. പാർട്ടിയുടെ അലംഘനീയമായ നിയമമാണ്. പാർട്ടിക്കകത്ത് പാർട്ടിക്ക് പുറത്ത് കള്ളം പറയും, ഇഷ്ടംപോലെ കള്ളം പറയും, അത് വേറെ വിഷയമാണ്. പക്ഷെ പാർട്ടി കമ്മിറ്റിക്ക് അകത്ത് കള്ളം പറയരുത്. വിജയൻ ചെയ്തത് പാർട്ടി കമ്മിറ്റിക്ക് അകത്ത് കള്ളം പറഞ്ഞു എന്നുള്ളതാണ്. ഈ കള്ളം പറഞ്ഞു എന്ന സംഭവത്തെ എന്താക്കി തീർത്തു? പാർട്ടി കമ്മിറ്റിയിൽ കളവ് പറയുകയും
തനിക്ക് പിന്നെ സ്വീകാര്യമായിരിക്കുന്ന ആളുകളെ കൊണ്ട് ഈ കളവ് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ അയാൾ എന്ത് ചെയ്തു? ആളുകളെ ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ കളവ് പറയുന്ന ഒരു പാർട്ടിയായി ഈ പാർട്ടി എന്തായി തീർന്നു? ആ പാർട്ടി മാറുകയാണ് ചെയ്തത്. ഞാനിത് മുൻപ് ഒരു തവണ പിന്നെ ഇപ്പൊ പയ്യന്നൂരിൽ സഖാ കുഞ്ഞികൃഷ്ണന്റെ ഈ പൊതുയോഗത്തിന്റെ സമയത്ത് ശ്രീമാൻ വി എം സുധീരന്റെ ആ സദുരുടെ സമയത്ത് പിന്നെ നടത്തിയിരിക്കുന്ന ഒരു പ്രസംഗത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞൊരു സാധനം, മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്തുനിന്ന് ഫണ്ട് വരുന്നുണ്ട് എന്നുള്ള വളരെ ഗൗരവതരമായിരിക്കുന്ന ആരോപണം ഉന്നയിച്ചു. വളരെ ഗൗരവതരമായിട്ട് ആരോപണമാണ് ഉന്നയിക്കുന്നത് ഗാന്ധിയാണ്. ഇപ്പൊ ഗാന്ധി ഉന്നയിക്കുമ്പോൾ അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ പി സി ജോഷിയാണ്. ആരോപണം വന്നു കഴിഞ്ഞപ്പോ പി സി ജോഷി ആകെ ഷോക്കഡായി. ഗാന്ധി പറയും, പക്ഷെ അതിന് മറുപടി പറയണ്ടേ. അതിൽ പി സി ജോഷി പറഞ്ഞ സംഭവം എന്താന്ന് പറയും നിങ്ങള്? മഹാത്മാഗാന്ധിക്ക് എപ്പോ വേണമെങ്കിലും ഞങ്ങളുടെ പാർട്ടി ഹെഡ്ക്വാർട്ടറിൽ വന്നിട്ട് ഞങ്ങളുടെ മിനിറ്റ്സ് നിങ്ങൾക്ക് പരിശോധിക്കാം, ഞങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇതാണ് ആര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധിയോട് പി സി ജോഷി പറഞ്ഞു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ കാണുന്ന ഈ അൺഫാണ്ടി പാർട്ടിയൊന്നുമല്ല കേട്ടാ. ആസേതു ഹിമാചലം വ്യാപിച്ചു കിടന്നപ്പോ അത്രയും പ്രക്ഷുബ്ധമായ സമരങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി ഇന്ത്യ പ്രകമ്പനം കൊള്ളിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയാണ് പറഞ്ഞത് ഇങ്ങനെ വരികയാണെങ്കിൽ ഇത്. അപ്പോ പിന്നെ പറഞ്ഞ സംഭവം എന്താന്ന് പറഞ്ഞാല് മഹാത്മാഗാന്ധി ആ വെല്ലുവിളി ഏറ്റെടുക്കുക. മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ വരാമെന്ന്. പക്ഷെ ഗാന്ധിയോട് പറഞ്ഞു നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ ആര് വന്നാൽ മതി, നിങ്ങളുമായി ബന്ധമുള്ള ഏറ്റവും അടുത്ത ഒരാൾ ഞങ്ങൾ പിന്നെ പറഞ്ഞേച്ചാൽ മതി. അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നെ സെക്രട്ടറി ആയിരിക്കുന്ന ആളെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് സെക്രട്ടറി ആയിരിക്കുന്ന ആളെ പറഞ്ഞയച്ചു ബോംബെയിലെ അന്നത്തെ പാർട്ടി ഹെഡ്ക്വാർട്ടർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണ്ടർഗ്രൗണ്ട് പാർട്ടിയാണ്, യു ജി എന്ന് വിളിക്കുക. അണ്ടർഗ്രൗണ്ട് പാർട്ടി പോയിട്ട് ഗാന്ധിയുടെ പിന്നെ സെക്രട്ടറി ആയിരിക്കുന്ന സർദേശായ് എന്ന് പറയുന്ന ഒരാൾ ചെയ്യാതെ ഈ സാധനം പരിശോധിക്കുകയാണ്. ഇത് പരിശോധിച്ചിട്ട് മാസങ്ങളെടുത്ത് പരിശോധിച്ചിട്ട് ഗാന്ധി സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഗാന്ധിക്ക് വേണ്ടി ഇദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഗാന്ധിയോട് പറഞ്ഞപ്പോ ഇത്രയും പെർഫെക്റ്റ് ആയി കണക്ക് കൈകാര്യം ഒരു പാർട്ടി ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിയും ഇല്ല എന്ന്. വിജയന് സാധ്യമാകുമോ ഇത്? ഇതാണ് എന്റെ ചോദ്യം. വിജയന് സാധ്യമാകുമോ? വെറുതെയല്ല കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് പയ്യന്നൂരിൽ ജയിച്ചത്. രക്തസാക്ഷിയുടെ ഫണ്ട് മുക്കി എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണമാണ് ഈ സഖാവ് കുഞ്ഞികൃഷ്ണൻ അവിടെ ഉന്നയിച്ചത്. ഈ ആരോപണത്തെ മറികടക്കാൻ എന്താ പറഞ്ഞാൽ ഈ പൊട്ടനെ പോലത്തെ ഒരു വിദ്വാനില്ലേ, ഒരു വസ്തുവിന് കൊള്ളാത്ത കണ്ണൂർ ജില്ലാ സെക്രട്ടറി പിന്നെ കെ കെ രാജേഷ് പറഞ്ഞ മറുപടി എന്താ മറുപടി പറഞ്ഞല്ലോ? എന്തെങ്കിലും മറുപടി ഇടുമല്ലോ? ഒന്നുമില്ല. അപ്പൊ ഇത് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാല് സത്യസന്ധമായി കാര്യങ്ങൾ ഇടപെടുകയും പറയുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു നീതിബോധത്തിന് പകരം കളവ് പറയുകയും കളവ് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നൊരു സംഭവത്തേക്ക് മാറി. അത് വന്നപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാന്യതയുടെയോ മര്യാദയുടെയോ ഭാഗമേ അല്ല. ഇത് പിന്നെ സാർവദേശീയ തലത്തിൽ മാർസിന്റെയും ജെന്നിയുടെയും മാർസിന്റെ 3 മക്കൾ മരിച്ചു വീഴുകയാണ് ചെയ്തത്. മാഡം, മരിച്ചു വീഴുകയാണ് ചെയ്തത്. നിങ്ങൾ അറിയേണ്ട വിഷയമാണത്. മൂലധനം എഴുതാൻ പുറപ്പെട്ട് അതിന്റെ പേരിൽ നിന്ന് നരകദാരിദ്ര്യത്തിലായി. അദ്ദേഹത്തിന് ഏറ്റവും ഇളയ കുഞ്ഞുണ്ട് ഹെൻറി മൂർ. ഈ മൂറിന് ഒരു കമ്പളം വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ലാതെ പനിച്ചു പറച്ച് മരിക്കുകയാണ് മാർസിന്റെ മകൻ ഹെൻറി മൂർ. നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും ഇളയ കുഞ്ഞിന്റെ അവസ്ഥ. ആ കുഞ്ഞ് ഏത് സ്കൂളാണ് ആ കുഞ്ഞ് പഠിക്കുന്നത്? എങ്ങനെയാണ് ആ കുഞ്ഞ് സ്കൂളിൽ നിന്ന് പരീക്ഷ പാസ്സാവുന്നത്? ഈ കുഞ്ഞ് എപ്പോ നോക്കിയാൽ ഇയാളുടെ കൂടെ വിദേശ പര്യടനമല്ലേ? എത്രയോ ആളുകൾ ചോദിച്ചു ഈ കുട്ടി ഏത് സ്കൂളിലാണ് പരീക്ഷ എഴുതുന്നത്, എവിടെയാണ് ഈ കുട്ടി പഠിക്കുന്നത്? ഇങ്ങനെ ഉണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഒന്നും നമുക്ക് ബാധകമല്ല. കാരണം നമ്മുടെ തീരുമാനങ്ങൾ എന്താണ്? നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ അധികാര കേന്ദ്രങ്ങളുടെ ഭാഗമാണ്. ഇതിനെല്ലാം എതിരായി വന്നിരിക്കുന്ന പൊതുജനത്തിന്റെ ഏറ്റവും വലിയ വികാരത്തിന്റെ ഭാഗമാണ്. ഇല്ല എങ്കിൽ പയ്യന്നൂരിൽ 1,00,000 വോട്ടിന് ടി.ഐ. മധുസൂദനൻ കഴിഞ്ഞ ജയിച്ച സ്ഥലത്താണ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നിലംപാരി അടിച്ചിട്ട് ആര് ജയിക്കുകയാണ്? സഖാവ് വി കുഞ്ഞികൃഷ്ണൻ അവിടെ ജയിക്കുകയാണ്. നിലംപാരി അടിച്ചിട്ട് വി കുഞ്ഞികൃഷ്ണൻ ജയിക്കുകയാണ് അവിടെ. തൊട്ടപ്പുറത്ത് വരുന്നു ആര്? പിന്നെ തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാഷ് വരുന്നു, ടി.കെ. ഗോവിന്ദൻ മാഷ് വരുന്നു. ഉളുപ്പെന്ന ഒരു സാധനം ഈ ഗോവിന്ദൻ ഉണ്ടെങ്കിൽ ഗോവിന്ദൻ എന്ത് വേണം? ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കണ്ടേ? ഇത് അല്ലേ? ഉളുപ്പുണ്ടെങ്കിൽ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കണം. ഉളുപ്പില്ലാതെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് വരികയാണ്. ഞങ്ങൾ എന്താണോ ഇവൻ പരിശോധിക്കാൻ പോകുന്നത്? എന്താണ് ഇവൻ പരിശോധിക്കുന്നത്? എന്താ ഇവൻ പരിശോധിക്കുക? നാണവും മാനവും ഉണ്ടെങ്കിൽ ഇവൻ രാജിവെക്കണം. നാണവും മാനവും ഇവൻ രാജിവെക്കില്ല ഇവൻ. കാരണം രാജിവെച്ചാൽ പൊതു റോഡിലൂടെ നടക്കാൻ ഇവന് കഴിയില്ല എന്നുള്ളതാണ്. കാരണം തന്റെ ഭാര്യയാണ് ഇയാൾ ഇവിടെ കൊണ്ടുപോയി കുടിയിരുത്തിയത് അല്ലേ? സത്യത്തിലേ സംഭവിച്ചത്. അപ്പൊ ഇത്രയും വരുന്ന ജനാധിപത്യപരമായ അവസ്ഥയെ അഡ്രസ് ചെയ്യാനുള്ള പൊതുമനസ്സിന്റെ
വളരെ പ്രത്യക്ഷവും പിന്നെ അത്ര വലിയ പ്രകടീകരണമായിരുന്നു വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടായിരിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന സംഭവം. ഈ സംഭവത്തെ ഒരിക്കൽ പോലും ഇവർക്ക് അഡ്രസ് ചെയ്യാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് പിന്നത്തെ വിഷയം. കാരണം ഇവരാരും തന്നെ പാർട്ടി എന്താണെന്ന് അറിഞ്ഞിട്ട് പാർട്ടിയിൽ വന്നവരല്ല. ഗോവിന്ദൻ വന്നത് അങ്ങനെയാണ്. പക്ഷെ ഗോവിന്ദൻ പിന്നീട് എന്തായി തീർന്നു? അവിടെയാണ് MBR 1986 MBR CMB പിന്നെ ഫോം ചെയ്ത് CMBയിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ കൂടെ വന്നതാണ് ഈ പറഞ്ഞ ഗോവിന്ദൻ. ഈ കണ്ണൂരിൽ ഉണ്ടാക്കുന്ന മിക്കവാറും എല്ലാ കക്ഷികളും, കേരളത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ കക്ഷികളും ഇവരുടെ കൂടെയാണ്. പക്ഷേ ഇവരെ മുഴുവൻ സ്വാധീനിക്കുന്നത് എവിടെയാണെന്നറിയോ? അധികാരം എന്നൊരു സംഭവം വെച്ചിട്ട് അവർ പിടിക്കുകയാണ് ഇത്. ഈ അധികാരം എന്ന സംഭവത്തിന് നമ്മൾ വെച്ചപ്പോ അധികാരത്തിന് പക്ഷം ചേർന്നിരിക്കുന്ന കക്ഷിയാണ് ഈ പറയുന്ന ഗോവിന്ദനും. അതുപോലെ മറ്റു പലരും, അവർ പലരെയും MLA-യും മന്ത്രിയും ഇതെല്ലാം ആക്കാവുന്ന പാർട്ടിയിൽ പോസ്റ്റ് തരാം, അങ്ങനെയെല്ലാം കൂട്ടിക്കൊണ്ടുപോകാണ്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരിക്കണമോ എന്ന് പറയുന്ന സംഭവത്തിന് വിരുദ്ധമായി എന്തായിരിക്കരുത് എന്ന് പറയാവുന്ന സംഭവത്തിന് പ്രാമുഖ്യം നൽകി കൊണ്ടുവന്നതിന്റെ ഫലം എന്താണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കരുത് എന്ന സംഭവത്തിനാണ് അതിൽ മുൻതൂക്കം കിട്ടിയത്. അതിന്റെ ഏറ്റവും വലിയ അമരക്കാരനും നായകനുമായിരുന്നു വാസ്തവത്തിലെ വിജയൻ. അതുകൊണ്ട് വിജയനെ വാസ്തവത്തിൽ ചെയ്യേണ്ട പണി എന്താണ്? വിജയൻ ഇവിടുന്ന് ഒരു ചെറിയ നായിനെ കൊന്ന വോട്ടിന് അയാൾ ജയിച്ചല്ലോ, ഈ പിന്നെ ഈ തർപ്പണത്തിന് ജയിച്ചല്ലോ, ജയിക്കുന്നാന്ന് എനിക്ക് തോന്നുന്നു. അയാൾ ഉളുപ്പുണ്ടെങ്കിൽ അയാൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ സ്ഥാനം അയാൾ MLA സ്ഥാനം അയാൾ രാജിവെക്കണം. നമ്മുടെ ഉത്തരവാദിത്തം ഞാൻ പറയുക, അയാൾ ഉളുപ്പുണ്ടെങ്കിൽ അയാൾ MLA സ്ഥാനം രാജിവെക്കണം അയാൾ. എന്നിട്ട് അയാൾ പറയേണ്ടത് എന്താ അറിയോ? സഖാക്കൾ എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, സഖാക്കൾ എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. വോട്ട് ചെയ്തവരാരാണ്? നാട്ടുകാരേക്കാൾ പ്രധാനം പാർട്ടിക്കാരായിരിക്കുന്നവർ ഒന്നടങ്കം ചെന്നിട്ടാണ് ഈ ചങ്ങായി തോപ്പിച്ചത്. ഇല്ലെങ്കിൽ 8 പഞ്ചായത്തുകൾ അടങ്ങുന്ന സ്ഥലത്തിനകത്ത് 8 പഞ്ചായത്ത്, ആകെ 2 പഞ്ചായത്ത്, ഒരു പഞ്ചായത്തിനകത്താണ് ഇയാൾക്ക് ഭൂരിപക്ഷം കിട്ടിയത്. ഈ പിണറായി പറയുന്ന പഞ്ചായത്തിനകത്താണ് കുറച്ച് ഭൂരിപക്ഷം കിട്ടിയത്. ബാക്കി പെരളശ്ശേരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തിനകത്ത് പോലും ഇയാൾ ബഹുവാദം പറകിലാണ്, എല്ലാം ബഹുവാദം പറകിലാണ്. എത്രയാ വയസ്സ് ഇയാൾക്ക് എതിരായി സ്ഥാനാർത്ഥിക്ക്? എത്രയാ വയസ്സ്? ഒരു യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരനല്ലേ ആ കുട്ടി? ഈ ചെറുപ്പക്കാരനായിരിക്കുന്ന കുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെ ആടി ഒലഞ്ഞ് വിറച്ചു പോയിരിക്കുന്നത്. ഇവൻ എവിടെയോടോ ഇരട്ടച്ചക്കൻ, ഇവൻ ആരുടെ ഇരട്ടച്ചക്കൻ? എന്തിന്റെ ഇരട്ടച്ചക്കനാണ് ഇയാള്? എന്തിന്റെ ഇരട്ടച്ചക്കനാണ് ഇയാള്? ഈ രീതിയിലേക്ക് ഇയാൾ ദുർബലപ്പെട്ടുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. കാരണം അയാളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. അയാൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്, അയാളുടെ കാലം കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെ പൊതുജനം തിരസ്കരിക്കപ്പെട്ടിരിക്കുന്ന എന്നെ എന്ത് വേണം? എന്നെ പൊതുജനം തിരസ്കരിച്ചിരിക്കുന്നു, പാർട്ടിയും തിരസ്കരിക്കുകയാണ്. അവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ MLA സ്ഥാനം രാജിവെക്കുകയാണ് എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ ജനാധിപത്യ ബോധം വിജയൻ കാണിക്കുമോ എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ വിജയൻ ചെയ്യേണ്ടിയിരിക്കുന്ന, വിജയന്റെ മുമ്പിൽ ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ് സാരം. അല്ല, ഈ ഒരു ചോദ്യത്തിനാണ് വാസ്തവത്തിൽ ആര് മറുപടി പറയുന്നാൽ വിജയൻ മറുപടി പറയുന്നത്. ഇനി ഒരു ചെറിയൊരു വിഷയം കൂടി അതിനകത്ത് പറയാം. എങ്ങനെയാണ് ഇത്രയും വലിയൊരു തിരഞ്ഞെടുപ്പ് വിജയം UDF ഉണ്ടായത്? അതിൽ ഏറ്റവും പ്രധാനം എന്താന്ന് പറഞ്ഞാല് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അകമഴിഞ്ഞിരിക്കുന്ന പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്, തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഇവിടെയും വരുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാല് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെറുകെ പുലർന്നു. 67 തെരഞ്ഞെടുപ്പ് വരുന്നു. 67 തെരഞ്ഞെടുപ്പ് വരുമ്പോ പിന്നെ എന്താ പറയാ, CPIയെ സമ്പൂർണമായി ഇല്ലാതാക്കണമെന്നുള്ള താല്പര്യത്തിന്റെ ഭാഗമായി വന്ന തെരഞ്ഞെടുപ്പിൽ സഖാവ് ചാത്തുണ്ണി മാസ്റ്റർ, KPR ഗോപാലൻ, സഖാവ് AKG, ഈ 3 ആളുകൾ ആലോചിച്ചിട്ടാണ് മലബാർ മേഖലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ധാരണയുണ്ടാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ധാരണയുടെ ഭാഗമായി അവരുടെ പിന്തുണയോട് മത്സരിച്ചതിന്റെ ഫലമായാണ് CPM-ന്റെ മിക്കവാറും സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു പാർട്ടിയായി CPIM മാറിയത്. ഈ പൊളിറ്റിക്സ് ആണ് 1986 MBR ഉന്നയിച്ചിരിക്കുന്ന ബദൽ രേഖ. ഇതാണ് ബദൽ രേഖ. ഒരു മണ്ണാങ്കട്ടിയല്ല. വിജയനത് അറിയില്ല, കാരണം അയാൾക്ക് ചരിത്രവും അറിയില്ല, രാഷ്ട്രീയവും അറിയില്ല, വിവരവും അറിയില്ല അയാൾക്ക്. ഇതിനെ ചെറുക്കാൻ വന്നിരിക്കുന്ന സംഭവത്തിന്റെ മുകളിൽ ജയിച്ചത് ആരാണ്? വാസ്തവത്തിൽ ആണ് ജയിച്ചത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അതിനകത്ത് അയാൾ ഹിന്ദു പൊളിറ്റിക്സ് ചേർത്തു. ആ ഹിന്ദു പൊളിറ്റിക്സിന്റെ ഭാഗമായി വന്നിരിക്കുന്നതിന്റെ പരിണതിയെ കൊയ്തത് ആരാണ്? ശരിക്കും കൊയ്തത് വിജയനാണ് കൊയ്തത്. അതുകൊണ്ടാണ് വിജയൻ എന്ത് ചെയ്തത്? മലപ്പുറത്തുള്ള ആളുകൾ മാപ്പിളമാർ കള്ളന്മാരാണ് എന്ന് പറയാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കുന്ന പ്രചരണം നടത്തിയത്. അത് ഇവിടെ നടത്തുക മാത്രമല്ല, ഡൽഹിയിൽ പോയി ഒരു വാർത്താ സമ്മേളനം നടത്തി. ഇത് വരുമ്പോൾ BJP അല്ലെങ്കിൽ RSS ആഗ്രഹിച്ചിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെ സാധൂകരിക്കുന്ന നിലപാടിന്റെ ചാമ്പ്യനായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രി മാറി എന്നത് കേരളത്തിലെ മതന്യൂനപക്ഷ ജനവിഭാഗത്തിലെ പ്രബല മതന്യൂനപക്ഷ ജനവിഭാഗം അവർ വളരെ വിഷമത്തോടെയാണ് ഈ സംഭവത്തെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും അവർ കാത്തിരിക്കുകയായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്നെ അതിനെ പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ.
അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ പറയാണ് മാവോവിന്റെ ഏറ്റവും പ്രധാനപ്പെടുന്ന മുദ്രാവാക്യമാണ് ബംബാർ ദ പാർട്ടി ഹെഡ്ക്വാർട്ടർ, ബംബാർ ദ പാർട്ടി ഹെഡ്ക്വാർട്ടർ. പാർട്ടി അധികാര കേന്ദ്രങ്ങളെ ബോംബിട്ട് തകർക്കുക. ബോംബിട്ട് തകർക്കുക എന്ന് പറഞ്ഞാൽ ബോംബിടലല്ല, അത് പാർട്ടിക്കകത്ത് കലാപം ചെയ്യുക, പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ കലാപം ചെയ്യുക എന്ന് പറയാം. ഈ അധികാര കേന്ദ്രങ്ങൾക്കെതിരെ കലാപം ചെയ്യാൻ തീരുമാനിച്ചപ്പോ ആ കലാപത്തിന്റെ ഭാഗമായി ഇവിടെ വന്നത് വാസന എന്താണ്? അത്തരത്തിലുണ്ടായിരിക്കുന്ന വലിയ കലാപങ്ങളൊന്നും ഉണ്ടാക്കാതെ പാർലമെന്ററി ഡെമോക്രസിയിലൂടെ പൊതുജനം എന്ത് ചെയ്തു? ഈ ഈ വിജയനും കമ്പനിയും നിശ്ചയിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും തോൽപ്പിക്കാൻ, നിശബ്ദരായി നിന്ന് തോൽപ്പിക്കാൻ, ജനാധിപത്യത്തിലൂടെ തോൽപ്പിക്കാൻ, ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം, രക്തരഹിത വിപ്ലവം. ഈ ബ്ലഡ്ലെസ് റവല്യൂഷനാണ് വാസ്തവത്തിൽ ഈ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് കൊണ്ട് മലർത്തി അടിച്ച് കൈ കൊടുത്തു. ഇനി വിജയൻ നാളെ എന്ത് ചെയ്യും? ഇതാണ് വിജയന്റെ മുമ്പുള്ള ചോദ്യം. വിജയൻ നാളെ എന്ത് ചെയ്യും? വിജയൻ വാസ്തവത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിജയൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിജയൻ ഇതിനകത്ത് MLA പണി രാജിവെക്കുക, രാജിവെച്ചുകൂടുക. കാരണം കാലഹരണപ്പെട്ടിരിക്കുന്നു, കാലഹരണപ്പെട്ടിരിക്കുന്നു, എന്നെ ഒഴിവാക്കി പബ്ലിക്കിനോട് പരസ്യമായി ക്ഷമാപണം നടത്തുക. എന്നിട്ട് എന്ത് ചെയ്യാൻ? അനങ്ങാതെ പോയി എന്തെങ്കിലും ഒന്നുകിൽ ഇവിടെ നിൽക്കുക, അല്ലെ നാട്ടിൽ നിൽക്കുക, അല്ലെ പുറത്തു പോയി താമസിക്കുക. ഇതിന് പകരം വീണ്ടും ഇതായിട്ട് വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അർത്ഥം പുതിയ പ്രതിസന്ധിയിലേക്ക് കിടക്കും. ഈ പ്രതിസന്ധി കിടക്കുന്നതിന് ഒരു സാധനം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നതിന് ചേരാൻ പറ്റാവുന്ന സ്റ്റേറ്റ് കമ്മിറ്റി നടക്കുമല്ലോ. ഈ സ്റ്റേറ്റ് കമ്മിറ്റി നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കമ്മിറ്റിയിൽ ചർച്ച വരും. കമ്മിറ്റിയിൽ ചർച്ച വരുമ്പോ ആര് ചോദിച്ചില്ലെങ്കിലും ശരി, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള P. ജയരാജൻ വിജയനെതിരെ വിരൽ ചോദിക്കും. എങ്ങനെയാണ് നമ്മൾ പരാജയപ്പെട്ടത്? P. ജയരാജൻ പറയുമ്പോ P. ജയരാജൻ എന്താണ് വിജയൻ മറുപടി പറയാം? ഒരു മറുപടി ഉണ്ടാവില്ല. ഇവിടെയാണ് ഞാൻ പലതവണയായി പറഞ്ഞതാണ്, ഏതാണ്ട് 500ഓളം ഹോൾഡിങ്സ് വെച്ചു കേരളത്തിൽ മൊത്തം. 500 ഹോൾഡിങ്സ് വെച്ചപ്പോ ഈ ഹോൾഡിങ്സിനകത്ത് എല്ലാം വന്ന സാധനം എന്താണ്? ഇടതുപക്ഷമല്ലാതെ മറ്റാരും, LDF അല്ലാതെ മറ്റാരും, ഇതല്ലേ സാധനം? ഇയാളെ വെച്ച ചിത്രമാരതാണ്? വിജയന്റെ ചിത്രമാണ്. ഈ വിജയന്റെ ചിത്രം നോക്കിയാൽ നിങ്ങൾ നോക്കിക്കോ ശരിക്കും നിങ്ങൾ മാറി എന്നൊരു തമാശ എന്നുള്ള രീതിയിലല്ല, വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ചിത്രത്തിന് നിറത്തിന് വരാവുന്ന ഒരു അഭംഗിയുണ്ട്. ഈ അഭംഗി എന്ന് പറയുന്നത് ആഭിചാരം ചെയ്ത് ശീലമുണ്ടായിരിക്കുന്ന ആളുകളുടെ ഒരു ശാരീരിക ഘടനയുണ്ട് ആ മുഖത്തിന്റെ എക്സ്പ്രഷനകത്ത്. എന്തായാലും നിങ്ങളിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ബ്രൗണിഷ് കളറിൽ ഉണ്ടായിരിക്കുന്ന ചിത്രമാണ് വെച്ചത്. ഈ ചിത്രം വെക്കുന്നത് പോലും ഞാൻ മനസ്സിലാക്കിയത് എവിടെയാണെന്ന് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതുപോലും പരിവാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ ചിത്രം വെച്ചത് എന്നുള്ളതാണ്. എനിവേ ആ ചിത്രം വെച്ചു. ഈ ചിത്രം വെക്കുമ്പോ ഇയാൾ ചെയ്യേണ്ട പണി എന്തെന്നാ ശരിക്കും? ഇയാൾ LDF അല്ലാതെ മറ്റാര് എന്ന് പറഞ്ഞാൽ ആരുടെ ചിത്രമാണ് വെക്കേണ്ടത്? വെക്കേണ്ട ചിത്രം ശരിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരിക്കുന്ന TP രാമകൃഷ്ണൻ ചിത്രമാണ് വെക്കേണ്ടത്. ഇപ്പൊ പേരാമ്പ്രയില് നമ്മളെ ഒരു പെൺകുട്ടിയില്ലേ അവിടെ മത്സരിച്ച് തസ്ലീമ, അവരെ മുമ്പിൽ പരാജിതനായി, തോറ്റല്ലോ. അവരെ മുമ്പിൽ പരാജയം. ശരിക്കും ആ കുട്ടിയിലാണ് കേരളത്തിലെ ഏറ്റവും എണ്ണം പറഞ്ഞിരിക്കുന്ന കലാപകാരിയായ പെൺകുട്ടിയാണ്. പെൺകുട്ടിയാണെന്നല്ലോ. ആ പെൺകുട്ടിയെ പരാജയപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ നുണപ്രചരണം അനൗൺസ്മെന്റ് ചെയ്യുക. ഇത്രമാത്രം വഷളായിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിനാരിയോ നിർമ്മിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് എങ്ങനെയാണ് ശരിക്കും? ഇവിടെയെല്ലാമാണ് നിങ്ങൾ വാസന കമ്മ്യൂണലായി മാറുന്നത്. ഈ കമ്മ്യൂണലായി മാറുന്നതിന്റെ ചിത്രത്തിന്റെ വേറൊരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിന്റെ അനിവാര്യമായിരിക്കുന്ന ഫലം എന്താണ്? ആ ഫലവും കൂടിയാണ് വാസ്തവത്തിൽ ഇപ്പോ ഈ നേരിടുന്ന വിഷയം. ഉറപ്പായിട്ടും സാർ, ഇവിടെ ഇപ്പൊ സാർ പറഞ്ഞ കാര്യത്തില് ബ്രൗണിഷ് കളർ കൊടുത്തത് സംഘപരിവാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നു. അതിന് ബ്രൗണിഷ് കളർ എന്ന് പറയുന്നത് ഈ ആഭിചാരം ചെയ്ത ശീലമുള്ള ഒരു ശരീരപ്രകൃതി എന്ന് പറഞ്ഞത് എന്തായിരുന്നു അതിന്റെ ഒരു ഇന്നർ മീനിങ് ഉദ്ദേശിച്ചത്? അല്ല, അത് ശരിക്കും പറഞ്ഞാല് നമ്മള് ചെയ്യുന്ന സംഭവം എന്താ പറഞ്ഞാല് ഏറ്റവും കൂടുതൽ ദുഷ്ടവൃത്തികൾ മാത്രം ചെയ്യാന്നുള്ളതാണ്. അതായത് സത്പ്രവൃത്തി എന്ന ഒരു സാധനം, സത്പ്രവൃത്തിക്ക് പകരം നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ എന്താന്ന് പറഞ്ഞാല് വൃത്തികേടുകൾ മാത്രമാണ് ചെയ്യുന്നത്. ഈ വൃത്തികേടുകൾ ചെയ്ത് മുടിഞ്ഞു പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു മാനസിക അതിനുപയോഗിക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട്, പച്ചമരുന്നുകളുണ്ട്. ഈ പച്ചമരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അത് ശരിക്കും എന്താന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്തായി തീർക്കും? നിങ്ങളെ വാസ്തവത്തിൽ നിങ്ങളുടെ മനുഷ്യരൂപത്തിൽ നിന്ന് മാറ്റി മറ്റെന്തോ രൂപത്തിലേക്ക് നിങ്ങളെ മാറ്റുക സംഭവത്തെ. അത് ബയോളജിക്കലി നിങ്ങളുടെ ശരീരത്തിൽ, ഫിസിക്കലി നിങ്ങളുടെ ശരീരത്തിൽ വരുന്ന ഒരുപാട് ചേഞ്ചസ് ആണ് ആ സാധനം. അത്തരം സംഭവത്തിന്റെ ഭാഗമായാണ് ഈ പറയുന്ന സാധനമാണ്. ഈ ഹോൾഡിങ്സ് വെച്ചപ്പോ അതിന് ചെലവഴിക്കുന്ന പണം എത്രയാണ്? ആരുടെ പണമാണ് ഈ പണം? അതല്ലേ ഡോക്ടർ B. അശോക് നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പരസ്യമായിട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞില്ലേ? അത് ഈ പണം ഉപയോഗിച്ച് നാട്ടുകാരുടെ പണമാണെന്ന് പറഞ്ഞില്ലേ?
ഇത്രയും നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് ഇത്രയും വലിയ വൃത്തികേടുകൾ ചെയ്യുമ്പോൾ ആ ചെയ്ത് എന്ത് വേണ്ടിയാണെന്നുള്ള ചോദ്യം. 81 വയസ്സായിരിക്കുന്ന ഒരാൾ എന്തിനാണ് വീണ്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുന്നത്? ഇവിടെ 2 വിഷയമാണ്. ഒന്നെന്താ അറിയോ? ഒന്ന്, VS അച്യുതാനന്ദൻ മത്സരിക്കുന്ന പ്രായമാണ് ഈ സാധനം. VS മത്സരിക്കുമ്പോൾ ഇതുപോലുണ്ടാക്കുന്ന അധമ പ്രവൃത്തി ചെയ്യാനല്ല VS കേരളത്തിലെ മുഖ്യമന്ത്രിയായത്. ആ VSനെ പൂർണ്ണമായി തകർത്ത് നശിപ്പിച്ചതാരാണ്? അങ്ങനെയാണല്ലോ പ്രസിദ്ധമായിരിക്കുന്ന മൂന്നാർ ഓപ്പറേഷനെ കംപ്ലീറ്റ് കുടിപ്പിച്ച് കൈകടത്തി കൊടുത്ത ഇയാള്. അതായത് സമൂഹത്തിനകത്തെ പുരോഗമനപരമായിരിക്കുന്ന എല്ലാവിധ ചാലകശക്തിയെയും നശിപ്പിക്കുകയും അതിനെ പുറകോട്ട് വലിപ്പിക്കുന്ന ഘടകങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് വിജയന്റെ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും ഉണ്ടായത്. അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെ വന്നിരിക്കുന്ന ചെറുത്തുനിൽപ്പിന്റെ ഭാഗവും കൂടിയാണ് VS തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരുന്നപ്പോ പൊതുജനം തെരുവിലിറങ്ങിയത് അവിടെയാണ്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആരിപ്പോ പറയുന്നത്, ഇപ്പോ ഈ കോൺഗ്രസിന്റെ ആൾക്കാർ CPM-ന്റെ ആൾക്കാർ പറഞ്ഞു ഇതിനകത്ത് അടി നടക്കൂലെന്ന്. VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ പിണറായി വിജയൻ ഉപയോഗിക്കുന്ന വിദ്യ എത്രയാണ്? എന്തെല്ലാം വിദ്യകൾ ഉപയോഗിച്ചു? ഏതൊക്കെ സമരങ്ങൾ നടന്നു, എത്രയൊക്കെ ജാഥകൾ നടന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ നടക്കുന്നു പറഞ്ഞ് നടക്കുന്ന DYFI-കാരൻ, SFI-കാരൻ, പാർട്ടിക്കാരൻ വാദിക്കുന്ന ഒരു ചരിത്രം അറിയില്ല, ഭൂമിശാസ്ത്രം അറിയില്ല എന്നുള്ളതിനകത്ത വിഷയം. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയാ കാലത്തെ നിങ്ങളുടെ വീണ്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ അതിനെ പുനഃസംഘാടനം ചെയ്യുക. എന്ത് ചെയ്യുക? ഞങ്ങൾ പറയുന്നതാണ് ശരി. ഈ പറയുന്ന സാധനം മുഴുവൻ അസംബന്ധം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കേണ്ട, കേരളത്തിൽ ആകെ ഒരു 10-40 സീറ്റിന് താഴെയായിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തോട് ചുരുങ്ങി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വാസ്തവത്തിൽ വിജയം ചെയ്തത് ശരിക്കും? ഒന്ന്. രണ്ടാമത്തെ ഒരു വിഷയം കൂടി നിങ്ങൾ എടുക്കുക, ചെറിയൊരു സമയം കൂടി അതിനകത്തൊരു വിഷയം കൂടി. ഈ PMC പദ്ധതി പോലുള്ള ഭൂമി കണ്ടിരിക്കുന്ന അസംബന്ധങ്ങൾ നടപ്പിലാക്കാൻ ഇവൻ തീരുമാനിക്കുന്നു. ഇതെല്ലാം ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? ഇതാണ് ഞാൻ നേരത്തെ കൂടി ഞാൻ പറഞ്ഞത്. 71-ലെ കലാപം ഉണ്ടാക്കി, ആ കലാപത്തിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്ന സംഘപരിവാറുമായി വിജയൻ ഉണ്ടാക്കിയിരിക്കുന്ന കരാറുണ്ട്. ആ കരാറിന്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും കാലമായിട്ടും ഇത്രയും അഴിമതി ആരോപണങ്ങൾ, ജഗുപ്സാവഹമായിരിക്കുന്ന അഴിമതി, ഫ്ലണ്ടർ ആൻഡ് ലൂട്ടറിങ് നടത്തിയിട്ട് പോലും സെൻട്രൽ ഗവൺമെന്റ് ഒരു തരത്തിൽ പോലും ഇയാളുടെ മേലെ ഒരു അന്വേഷണവും നടത്താതിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര മുഖ്യമന്ത്രിമാർ ജയിലിൽ പോയി, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ, എന്തുകൊണ്ട് വിജയൻ പോയില്ല? ഇതല്ലേ ചോദ്യം. ഇവൻ പോവാതിരിക്കുന്നത് ഇവൻ അപ്രമാദി ആയതുകൊണ്ടാണോ? അപ്രമാദിയാവാൻ മാത്രം ഇയാൾക്ക് എന്താണുള്ളത്? ഇയാൾ അത്രയും വലിയ ബുദ്ധിജീവി ആയതുകൊണ്ടാണോ? ഇയാൾ അത്രയും വലിയ സംഘാടകനായതുകൊണ്ടാണോ? അത്രയും അതുല്യനായിരിക്കുന്ന മറ്റെന്തെങ്കിലും ആയതുകൊണ്ടാണോ? ഒന്നുമല്ലല്ലോ. അതിന്റെ പിറകിൽ മുഴുവൻ തന്നെ വരുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹീനവും ജഗുപ്സാവഹവുമായിരിക്കുന്ന തീവട്ടിക്കൊള്ളകളുടെ ചരിത്രമാണ് അതിന്റെ പിറകിലുള്ളത്. ആ സംഭവത്തെ കൃത്യമായി ആര് മാനിപ്പുലേറ്റ് ചെയ്യാൻ? BJP അല്ലെങ്കിൽ സംഘപരിവാർ മാനിപ്പുലേറ്റ് ചെയ്തു കൊടുത്തു. ഈ മാനിപ്പുലേറ്റ് ചെയ്ത സംഭവത്തെ വളരെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പ്രബലമായിരിക്കുന്ന 2 മതന്യൂനപക്ഷ വിഭാഗം, ക്രിസ്ത്യൻ അതോടൊപ്പം തന്നെ മുസ്ലിം ജനവിഭാഗം തിരിച്ചറിഞ്ഞു. അകപ്പുറത്ത് വരുമ്പോഴെന്നാൽ FCRയും വന്നു. ഈ 2 സംഭവം വന്നപ്പോ നിൽക്കാൻ ഒരു വഴിയുമില്ലാതെ ഭൂരിപക്ഷ ഹിന്ദുവിന്റെ വോട്ട് വാങ്ങി ജയിക്കാമെന്ന് വിജയൻ ആഗ്രഹിച്ചു. അങ്ങനെ ആഗ്രഹിച്ചപ്പോ കിട്ടിയിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിരിക്കുന്ന തിരിച്ചടിയാണ് ഈ കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടായത്. ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിലും അയാൾക്ക് ഉണ്ടായത്. കാരണം ഞാൻ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വീട് കയറിയിരിക്കുന്ന ഒരാളാണ്. ധർമ്മടം നിയോജക മണ്ഡലത്തിനകത്ത് നടന്നിരിക്കുന്ന ഒരാൾ. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അതിലും വേറെ വിഷയമാണ്. പക്ഷെ തോൽപ്പിക്കണം എന്നുള്ള മാനസികാവസ്ഥയോടെ ഞാൻ മിക്കവാറും വീടുകൾ ഞാനും കയറിയിട്ടുണ്ട്. അത് കയറിയപ്പോ നമുക്ക് ഒരു വീട്ടിൽ കയറി നമുക്ക് പൾസ് മനസ്സിലാവുമല്ലോ. ആ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലും കൂടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ തോൽക്കുമെന്നും, തോറ്റില്ല എങ്കിൽ എന്താ പറയാ 210 മാർക്ക് വാങ്ങി പാസ്സായിരിക്കുന്ന ഒരു കുട്ടിയുടെ രീതിയിൽ മാത്രമായിരിക്കും ഇയാളുടെ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് ഞാൻ നേരത്തെ 1-2-3 ചാനലിനകത്തോ യൂട്യൂബിനകത്തോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം. അതിന് സമാനമായ അവസ്ഥയിലേക്ക് ഇയാൾ ചുരുങ്ങിയത്. ഇത് കാലവും ചരിത്രവും അയാൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത്. അതിനാൽ അയാൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, അയാൾ ജയിച്ചുവെങ്കിൽ അയാളുടെ MLA പണി അയാൾ രാജിവെക്കണം. രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണം. സഖാക്കളെ, നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു, ഞാനെന്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരാജിതനായിരിക്കും എന്ന് പറയാനുള്ള ഒരു മാന്യത അയാൾ കാണിച്ചില്ല എങ്കിൽ ഈ സാധനം ബംഗാളിനേക്കാൾ ദയനീയമായ അവസ്ഥയിലേക്ക് കേരളത്തിലെ പാർട്ടി മാറുമെന്നാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു അഭിപ്രായം. മാഡം, താങ്ക് യു സർ.